ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇന്നത്തെ ഗാനം ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. പഴയ ഒരു ഗാനമാണ്. 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ മനോഹരമായ MS ബാബുരാജിൻ്റെ സംഗീതത്തിൽ പി ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് ജാനകിയമ്മ പാടിയ ആ ഒരു ഗാനം തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗാനത്തിൻ്റെ ആദ്യം കുറച്ച് ഓരോ 4 വരിയായിട്ട് നമുക്ക് പാടി അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ചിലർ പറയുന്നുണ്ട് എഴുതിയിടണ്ട, നേരെ നമുക്ക് സ്ക്രീനിൽ തന്നെ മതിയെന്ന്. ചിലർ പറയുന്നുണ്ട് എഴുതി നോട്ട്ബുക്കിൽ കാണിക്കുമ്പോഴാണ് കൂടുതലും മനസ്സിലാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോട്ട്ബുക്കിലാട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ സംഗീതമേ അമരസ് എല്ലാവരും അതിൻ്റെ സ്വരങ്ങളൊന്ന് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും, പക്ഷേ അതിനു മുന്നേ ഞാനതൊന്നും നോക്കിയതിന് ശേഷമോ ഞാനത് പാടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കിയതിന് ശേഷം എന്തായാലും അതിൻ്റെ സ്വരങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ പാട്ടാണ് ജാനകിയമ്മ പാടിയ പാട്ട്. അപ്പോൾ അതിനത് 4 വരി പാടിയിട്ട് നമുക്കതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ശ്രുതി ഡി ആണ് കേട്ടോ, ഡി ആണ്, 2 കട്ട. വാസന്ത പഞ്ചമി നാളിൽ വരുമിന്നൊരു കിനാവു കണ്ടു, വരുമിന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൻ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമി നാളെ. അപ്പം നമ്മൾ ശ്രുതി ഡിയിലാട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ. ആദ്യത്തെ വാസന്ത അടുക്കുന്ന ഒരു സ്റ്റൈൽ നോക്കണം. വാസന്ത പഞ്ചമി നാളിൽ എന്നുള്ളത് നമ്മൾ മുകളിലേക്കായി പാടുന്നു. നാളിൽ വരുമിന്നൊരു കണ്ട ആ ഒരു ഇടുപ്പ് ഒന്ന് ശ്രദ്ധിക്കണേ. വരുമിന്നൊരു കിനാവു കണ്ടു അവിടെ ഒരു കുത്ത് ഇട്ടേക്കണത് നീട്ടി പാടണം എന്നുള്ളതിലാട്ടോ. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യണം. വരുമിന്നൊരു കിനാവു കണ്ടു അതാണ് കാ കഴിഞ്ഞിട്ട് ഒന്നൊരു ചെറിയൊരു ഹൈഫൺ പോലെ ഇട്ടേ, ഒരു കുത്ത് പോലെ ഇട്ടേക്കണം കേട്ടോ. കണ്ടു കിളിവാതിലിൻ മിഴിയും നട്ടു, കിളിവാതിലിൻ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ അങ്ങനെ പാടണേ. അതിനുശേഷം ആദ്യം എടുത്തപ്പോൾ വാസന്ത അങ്ങനെ നമ്മൾ എടുത്തുള്ളൂ അല്ലേ. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ വാസന്ത പഞ്ചമി നാളിൽ നീട്ടിയാണ് നാന്നെടുക്കുന്നത്. അടുത്തത് നമ്മുടെ അടുത്ത സ്റ്റാൻസ് കേട്ടോ. വസന്തമോ വന്നു കഴിഞ്ഞു. ഞാൻ വളരെ സാവകാശമായിട്ടോ ഒന്ന് പറഞ്ഞു തന്നത്. വസന്തമോ മുകളിലേക്ക് വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു മുകളിലേക്ക് വന്നില്ലെൻ കണ്ണിൻ മുന്നിൽ, എന്നുള്ള ഒരു ഇത് തന്നെ, വരേണ്ടയാൾ മാത്രം. അത് നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ വാസന്ത പഞ്ചമി നാളിൽ
ആദ്യത്തെ നമ്മൾ സിമ്പിളായിട്ട് എടുത്തല്ല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ നാളിൽ അവിടേക്കാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വാസന്ത പഞ്ചമി മുകളിലേക്ക് നാളിൽ. പിന്നെ പാടുമ്പോൾ ഓരോരോ കാലടി ശബ്ദം ചാരത്തെ മുകളിലേക്കാട്ടോ പണത്. ചാരത്തെ വഴിയിൽ കേൾക്കേ, ചാരത്തെ വഴിയിൽ കേൾക്കേ ചോരുമിൻ. അവിടെ ഒരു ദുഃഖം കലർന്ന ആ ഒരു ഫീലോട് പാടണേ. ചോരുമിൻ കണ്ണീരൊപ്പി കണ്ണീരൊപ്പി ഓടി ഓടിച്ചെല്ലും ഓടിച്ചെല്ലും ഞാൻ. പിന്നെ എടുക്കണ വാസന്ത് നമ്മൾ ആദ്യത്തെ സ്റ്റാൻസിൽ അവസാനമായിട്ട് പാടി നിർത്തില്ലേ, അതേപോലെ വാസന്ത പഞ്ചമി നാളിൽ നാളിൽ. ഇതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട ആ നാളിലൊക്കെ ഒന്ന് നിർത്തണ്ട. പിന്നെ വാസന്ത എങ്ങനെ എടുക്കുന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഈ ഒരു ഭാഗം പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ചൊരു ഹൈ നോട്ടിലേക്ക് പോകുന്ന ഭാഗമുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ചിലത് ഒന്നും നമ്മൾ കേട്ടാൽ മതി, വളരെ സാവകാശം ഇരുന്ന് ഓരോന്നും കേട്ടാൽ മനസ്സിലാവും. എങ്കിലും ചില സംഗതികൾ മാത്രമായിട്ട് ഒന്ന് പറഞ്ഞു തന്നത്. വന്നവൻ മുട്ടി വിളിക്കി വാതിൽ പൊളി തുറക്കുവാനായി. കണ്ട, വന്നവൻ മുട്ടി വിളിക്കി വാതിൽ പൊളി തുറക്കുവാനായി. വളയൊച്ചകൾ കേൾപ്പിക്കാതെ, അവിടെ ഒരു എന്ന് കൊടുത്തിട്ടുണ്ട്, അതെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ. വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിൽക്കും ഞാൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് ആവണില്ല കേട്ടോ, താഴേക്ക് എടുക്കുന്നില്ല, കാരണം അടുത്ത വരി പാടാനുണ്ട്. അപ്പോൾ ഒരുങ്ങി നിൽക്കും ഞാൻ. ആരും വന്നതില്ല, ആരും വന്നതില്ല, ആരും അറിഞ്ഞതില്ല, ആത്മാവിൻ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. അപ്പോൾ ഒന്നും കൂടി ആരും പറഞ്ഞുതരാം. ആരും വന്നതില്ല, ഏറ്റവും മുകളിലേക്ക് തന്നെ കേട്ടോ നമ്മൾ. വന്നതില്ല, ആരും അവിടെ ഒരു ചെറിയൊരു ഗമമാണ്. അറിഞ്ഞതില്ല, ആത്മാവിൻ സ്വപ്നവുമായി കാത്തിരിപ്പു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. അവിടെ ഞാനിപ്പോൾ നിർത്താമെന്നുള്ള ഒരു ഇതിലാണ് പോയത്, പക്ഷെ നമുക്ക് ഒന്നും കൂടി അതെടുക്കണം. വാസന്ത പഞ്ചമി നാളിൽ വരുമിന്നൊരു കിനാവു കണ്ടു, വരുമിന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. അത് രണ്ടാമത്തെ, അതായത് നമ്മൾ വസന്തമോ വന്നു കഴിഞ്ഞു എന്ന് പഠിച്ചതിന് ശേഷം ഒരു വാസന്ത പഞ്ചമി നാളിൽ ആ ഒരു സംഗതി എടുത്ത് നിർത്താം കേട്ടോ. വളരെ എളുപ്പമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പം, നല്ല ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും ഇതല്ലേ. അപ്പോൾ എവിടെയൊക്കെ നിന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമുള്ളതാണ് ഞാൻ ഇന്ന് കൂടുതൽ പറഞ്ഞേക്കണം. ആ നാളിൽ എന്ന് പറയുന്ന ഭാഗമൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് പറഞ്ഞേക്കണേ. അപ്പം നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ചൊന്ന് വീഡിയോസൊക്കെ ഇടാനുള്ള കുറച്ചൊരു
ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഡെയിലി നമുക്ക് ഓരോ പാട്ടിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് കാണാം. ഇവിടെ പറ്റുന്ന സമയത്താണ് ഓരോ പാട്ടുകളായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.